മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അത് പറഞ്ഞ് പോകുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. മുൻകഴിഞ്ഞ വേദങ്ങൾ, ആ വേദങ്ങളിലും യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ആ ചരിത്രം നമുക്ക് സ്ഥൈര്യം നൽകുന്നതാണ്. ദുഃഖിതന്റെ ദുഃഖങ്ങളെ നീക്കുന്നതാണ്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സുബഹ് നമസ്കാരത്തിൽ സൂറത്തുൽ യൂസുഫ് ധാരാളമായി പാരായണം ചെയ്തിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രത്തിലും നമുക്കത് കാണാൻ കഴിയും. അവസാന സമയം സൂറത്തുൽ യൂസുഫ് പാരായണം ചെയ്യുന്നതും ഇന്നമാ അഷ്കു ബസ്സി വഹുസിനി ഇലല്ലാഹ് എന്ന ആയത്തെത്തുമ്പോൾ പൊട്ടിക്കരയുന്ന ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പരിശുദ്ധ ഖുർആനിൽ 27 സ്ഥലങ്ങളിൽ യൂസുഫ് എന്ന പേര് പരാമർശിച്ചിട്ടുണ്ട്. അതിൽ 25 തവണയും സൂറത്തുൽ യൂസുഫിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പരിചയപ്പെടുത്തി അൽ കരീമു ഇബ്നുൽ കരീമി ഇബ്നിൽ കരീമി ഇബ്നിൽ കരീം. കരീം മാന്യൻ അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാം. അദ്ദേഹത്തിന്റെ ഉപ്പ, അദ്ദേഹവും കരീമാണ്, മാന്യനാണ്, യാക്കൂബ് നബി അലൈഹി സ്വലാം. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഉപ്പ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇപ്പൊ 3 പിതാക്കന്മാരും കരീം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച, പരിചയപ്പെടുത്തിയ നബിയാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരയിലാണ് വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 3 ഭാര്യമാരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുള്ളത്. ആ 3 ഭാര്യമാരിൽ 8 മക്കളുണ്ട്. ഒന്ന് സാറ, അതിലാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം ഉള്ളത്. 2 ഹാജർ, അതിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഉള്ളത്. ആ പരമ്പരയിലാണ് അവസാന പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ ഭാര്യ ഖത്തൂറ, അതിൽ 6 മക്കളുണ്ട്. 6ഉം 2ഉം 8 മക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനുണ്ട്. അതിൽ സാറയിലാണ് ഇസ്ഹാഖ് നബി അലൈഹി സ്വലാം ഉള്ളത്. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമിന്റെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്നുള്ളത്. ഇപ്പൊ ബനു ഇസ്രായീൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്തതികളാണ്. യാക്കൂബ് നബിയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന് 2 മക്കളുണ്ട്. ഒന്ന് അൽ ഈസ്, റോമക്കാരെല്ലാം, റോമൊക്കെ ആ അൽ ഈസിന്റെ പരമ്പരയിലേക്കാണ് പോകുന്നത്. അതുപോലെ യാക്കൂബ് നബി അലൈഹി സ്വലാം ആ പരമ്പരയിലാണ് ബനു ഇസ്രായീൽ കടന്നു വരുന്നത്. ഇനി യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ 4 ഭാര്യമാരാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിനുള്ളത്. ഒന്ന് ലീഅ, 2 റാഹീൽ, 3 ബൽഹ അല്ലെങ്കിൽ ബിൽഹ, സുൽഫ. അങ്ങനെ 4 ഭാര്യമാർ യാക്കൂബ് നബി അലൈഹി സ്വലാമിനുണ്ട്. അദ്ദേഹം കൻആൻ ദേശക്കാരനാണ്. കൻആൻ ആണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ നാട്, ഇന്നത്തെ സിറിയയുടെ ഭാഗം. പിന്നീട് കൻആനിൽ നിന്ന് ഹറാനിലേക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാം താമസം മാറി. ഹറാൻ ഇറാഖിന്റെ ഭാഗമാണ്. ഇന്നത്തെ ഇറാഖിന്റെ ഒരു ഭാഗമാണ് ഹറാൻ എന്നുള്ളത്. അവിടെ അദ്ദേഹം എത്തുകയും അവിടെയുള്ള ലാബാൻ എന്നു പേരുള്ള വ്യക്തി മകൾ ലീഅയെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്
വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. 7 വർഷം ജോലി ചെയ്യണം എന്നതാണ് മഹർ. 7 വർഷം അധ്വാനിച്ച്, അവിടെ സ്ത്രീധനത്തിന്റെ ഏർപ്പാടില്ല, സ്വർണങ്ങളില്ല, മറിച്ച് മഹറാണ്, അങ്ങോട്ടാണ്. 7 വർഷം ജോലി എടുക്കണം, അതാണ് മഹർ. ആ മഹർ നിശ്ചയിച്ച് ലീയയെ വിവാഹം ചെയ്തു. അതിൽ 6 മക്കളുണ്ടായി. പിന്നീട് ലാബാൻ തന്റെ ഒരു മകളെ കൂടെ, അഥവാ റാഹീലിനെ കൂടെ, റാഹീൽ വളരെ സുന്ദരിയായിരുന്നു, നല്ല സ്വഭാവ ഗുണമുള്ള സ്ത്രീയാണ്, അവരെ കൂടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് വിവാഹം ചെയ്തു കൊടുത്തു. അഥവാ ജ്യേഷ്ഠത്തിയും അനുജത്തിയും. നമ്മുടെ ശരീഅത്തിൽ അത് അനുവദനീയമല്ല. സഹോദരിമാരെ ഒന്നിച്ച് വിവാഹം കഴിക്കുക, ഒരേ സമയത്ത് സഹോദരിമാരെ വിവാഹം കഴിക്കുക എന്നത് ഈ ശരീഅത്തിൽ അനുവദനീയമല്ല. എന്നാൽ മുൻകഴിഞ്ഞുപോയ ശരീഅത്തിൽ അത് അനുവദിച്ചിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ അതിന് അനുവാദമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിട്ടുള്ളത്. ശരീഅത്തുകൾ വ്യത്യസ്തമായിരിക്കും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ പെങ്ങളെ കല്യാണം കഴിക്കാം, നമ്മുടെ ശരീഅത്തിൽ അതിന് അനുവാദമില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശരീഅത്തിൽ അവർ ഒന്നിച്ച് പരസ്യമായി അവർ കുളിച്ചിരുന്നു. ഈ ശരീഅത്തിൽ അത് അനുവദനീയമല്ല. തൗഹീദ് എല്ലാ പ്രവാചകന്മാർക്കും ഒരുപോലെയാണ്. അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠങ്ങൾ ഒരുപോലെയാണ്. എന്നാൽ ശരീഅത്തിന്റെ വിഷയങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ലാബാൻ രണ്ടാമത്തെ മകൾ റാഹീലിനെ വിവാഹം ചെയ്തു കൊടുത്തു. അതിൽ ഒരു കുഞ്ഞുണ്ടാകണം എന്ന ആഗ്രഹം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. ഒരുപാട് കാലം കാത്തിരുന്നു. ഒരുപാട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാര്യയായിരുന്നു റാഹീൽ. പക്ഷെ ഒരുപാട് കാലം കാത്തിരുന്നിട്ടും അതിൽ കുഞ്ഞ് ജനിച്ചില്ല. പിന്നീട് ബൽഹയെ വിവാഹം കഴിച്ചു, അതിൽ 2 മക്കളുണ്ടായി. സുൽഫയെ വിവാഹം കഴിച്ചു, അതിൽ 2 മക്കളുണ്ടായി. അങ്ങനെ 10 മക്കൾ. റാഹീൽ അല്ലാത്തവരിൽ 10 മക്കൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായി. പിന്നീട് റാഹീൽ അവർ പ്രസവിച്ചു. ആ കുഞ്ഞാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം. ഒരുപാട് കാത്തിരുന്ന് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ കുഞ്ഞാണ് യൂസുഫ്. യൂസുഫ് നബി അലൈഹി സ്വലാമിന് ശേഷം ബിനിയാമീൻ. അപ്പൊ 2 കുട്ടികൾ കൂടെ റാഹീലിൽ ഉണ്ടാവുകയും 12 മക്കൾ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ചതോടുകൂടെ പിന്നീട് അധികം താമസിച്ചില്ല, ഉമ്മ മരണപ്പെട്ടു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് കാത്തിരുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടം യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാമിന് ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു യൂസുഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യൂസുഫ് വ ഉമ്മുഹു ശത്റൽ ഹുസ്ൻ. സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫിനും അദ്ദേഹത്തിന്റെ ഉമ്മാക്കും ലഭിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഉമ്മ? ഇവിടെ പറഞ്ഞ ഉമ്മ റാഹീലല്ല, മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ. അപ്പൊ അതാരായിരിക്കും? ആരിലാണ്? സാറ. സാറയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അവർക്ക് നല്ല സൗന്ദര്യത്തിന്റെ പകുതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ യൂസുഫിനും സൗന്ദര്യം നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ ആകാശത്ത് വെച്ചുകൊണ്ട് പ്രവാചകന്മാരെ പലരെയും കണ്ടു. അതിൽ 3-ാം ആകാശത്ത് വെച്ചുകൊണ്ട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ആ രംഗം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അന്ന യൂസുഫ ഖദ് ഉഅതിയ ശത്റൽ ഹുസ്ൻ. സൗന്ദര്യത്തിന്റെ പകുതി യൂസുഫിന് നൽകിയിട്ടുണ്ട്. നല്ല സൗന്ദര്യമുള്ള, നല്ല ഭംഗിയുള്ള കുട്ടിയായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാം. ഇനി പരിശുദ്ധ ഖുർആനിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കഥ അള്ളാഹു പറഞ്ഞു നൽകുന്നുണ്ട്. അതിൽ നമുക്കൊരുപാട് പാഠങ്ങളുണ്ട്. നമ്മുടെ ദുഃഖങ്ങൾ നീക്കുന്നതാണ്, നമുക്കൊരുപാട് കരുത്തു പകരുന്നതാണ്, പരീക്ഷണങ്ങളിൽ നമ്മുടെ കാലുകൾക്ക് സ്ഥൈര്യം നൽകുന്നതാണ്. അള്ളാഹു ആ ചരിത്രം പറഞ്ഞു നൽകുന്നത്, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. അഹ്സനൽ ഖസസ്, ഏറ്റവും നല്ല കഥ. ചില പണ്ഡിതന്മാര് പറഞ്ഞു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമാണ് ഏറ്റവും നല്ല കഥ. ചില പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെയല്ല, ഖുർആനിൽ പറഞ്ഞ കഥകളെല്ലാം അഹ്സനുൽ ഖസസാണ്, അതിലൊന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നു മാത്രം. അപ്പൊ ഖുർആനിലെ കഥകളെല്ലാം ഏറ്റവും നല്ല കഥകളാണ്.
അതിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ അള്ളാഹു പറഞ്ഞു നൽകുന്നു. ശരിക്കും നെഖുസ്സു എന്ന് പറഞ്ഞാൽ മതി, ഞാൻ കഥ പറയുന്നു, ഞാൻ പറഞ്ഞു നൽകാം. ഇവിടെ പ്രത്യേകം നഹ്നു നഖുസ്സു എന്ന് അള്ളാഹു എടുത്തു പറഞ്ഞു. നഹ്നു എന്നത് ഒന്ന് ആവർത്തിച്ചു. എന്തിനാണത്? അഥവാ മക്കക്കാര് പറഞ്ഞിരുന്ന അവരുടെ ഒരു പ്രചരണമുണ്ട്, മുഹമ്മദ് വഹ്യ് ലഭിച്ചിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്. യമാമയിൽ ഒരു റഹ്മാനുണ്ട്, ആ റഹ്മാൻ മുഹമ്മദിന് കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ആ റഹ്മാന്റെ കഥ കേട്ടിട്ടാണ് ഇവിടെ മുഹമ്മദ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുശ്രിക്കീങ്ങളുടെ ആ ഒരു വാദത്തിനുള്ള മറുപടി കൂടെയായിട്ടാണ് അല്ലാഹു തആല നഹ്നു നഖുസ്സു, നാം തന്നെ, അള്ളാഹു തന്നെയാണ് ഈ കഥ പറഞ്ഞു നൽകുന്നത് എന്ന രൂപത്തിൽ അള്ളാഹു കഥ പറഞ്ഞ് ആരംഭിക്കുന്നത്. ഈ കഥ ആരംഭിക്കുന്നത് ഒരു സ്വപ്നത്തിൽ നിന്നാണ്, അവസാനിക്കുന്നത് ഒരു ഹഖീഖത്തിലാണ്, യാഥാർത്ഥ്യത്തിലാണ്. സ്വപ്നത്തിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ചെറിയ പ്രായത്തിൽ 7ാമത്തെ വയസ്സിൽ കുട്ടിയായിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുന്നു. ഉപ്പയുടെ അരികിലേക്ക് വന്നുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നു, ഇത് ഖാല യൂസുഫു ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലി സാജിദീൻ. അപ്പൊ വന്ന് ഉപ്പയോട് പറയാൻ, ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല ഉപ്പയോടുള്ള ആ ഒരു ബന്ധം ഇന്ന് പലപ്പോഴും ഇതാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 7 വയസ്സുള്ള ഒരു കുട്ടി സ്വപ്നം കണ്ട് ആ കൗതുകത്തോടുകൂടെ ആ കൗതുകം പറയാൻ ഓടിയെത്തുന്നത് ഉപ്പയുടെ അരികിലേക്കാണ്. യൂസുഫ് നബി അലൈഹിസ്സലാം ആ സ്വപ്നം കണ്ട് നേരെ ഉപ്പയുടെ അരികിലേക്ക് വരുന്നു. വന്നുകൊണ്ട് വിളിക്കുന്നത് യാ അബതി. യാ അബതി എന്ന് പറഞ്ഞാൽ യാ അബി, എന്റെ ഉപ്പ, എന്റെ പൊന്നുപ്പ എന്നാണ്. പ്രവാചകന്മാരുടെ ഉപ്പയോടുള്ള ആ വിളി മുഴുവൻ നമ്മൾ എടുത്തു നോക്കൂ. എത്ര ബഹുമാനത്തോടുകൂടെയാണ്, എത്ര ആദരവോടുകൂടെയാണ് പ്രവാചകന്മാരെല്ലാം ഉപ്പയെ വിളിച്ചിട്ടുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഉപ്പ ശിർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. വീട്ടിൽ നിന്ന് പുറത്താക്കും എന്ന് പറയുന്ന സമയത്തും യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ യാ അബതി, എന്റെ പൊന്നു പിതാവേ. യൂസുഫ് നബി അലൈഹി സ്വലാം വിളിക്കുന്നത് യാ അബതി, എന്റെ പ്രിയപ്പെട്ട പിതാവേ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനോട് അറുക്കണം എന്ന കൽപ്പന ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുമ്പോൾ എന്താണ് ഇസ്മായിൽ നബിയുടെ മറുപടി? യാ അബതി ഇഫ്അൽ മാ തുഅമർ. അവിടെയൊക്കെ യാ അബതി, ഉപ്പയോടുള്ള സ്നേഹം, ആ ബഹുമാനം, ആദരവ്, അത് പ്രവാചകന്മാരുടെ പ്രത്യേകതയാണ്, മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയാണ്. അവരുപ്പമാരോട് കയർക്കുകയില്ല, ശബ്ദം ഉയരുകയില്ല. ഏറ്റവും മാന്യമായി, ഏറ്റവും സൗമ്യമായി, ആദരവോടുകൂടെയായിരിക്കും ഉപ്പയോട് അവര് സംസാരിക്കുക. അപ്പൊ കുട്ടി സ്വപ്നം കാണാൻ, സൂര്യനും ചന്ദ്രനും, ആ സൂര്യന്റെയും ചന്ദ്രന്റെയും കൂടെ 11 നക്ഷത്രങ്ങളും, വൽ ഖമർ, ആ വാവ് മഅ എന്ന അർത്ഥത്തിലാണ് വരിക, കൂടെ. അപ്പൊ സൂര്യന്റെയും ചന്ദ്രന്റെയും കൂടെ 11 നക്ഷത്രങ്ങളും ഉപ്പ എനിക്ക് സുജൂദ് ചെയ്യുന്നു. ചെറിയ കുട്ടികൾ കഥകൾ പറയുമ്പോൾ അവര് ചില വാക്കുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു പറയും, 2-3 വട്ടം പറയും. ഈ ആയത്തിൽ നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാം പറയുന്ന ആ രംഗം ഖുർആൻ പറയാണ്, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും. 2 തവണ ആവർത്തിച്ചു. അഥവാ കുട്ടിയാണ് പറയുന്നത്. ആ കുട്ടി പറയുമ്പോ ആ പറയുന്ന അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഉപ്പയോട് കൗതുകത്തോടുകൂടെ പറയുകയാണ് കുട്ടി കണ്ട ഒരു സ്വപ്നത്തെ പറ്റി. ഇൻഷാ അല്ലാഹ് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം, സ്വപ്നവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കും. ഇവിടെ നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നു. സൂര്യനും ചന്ദ്രനും സുജൂദുണ്ട്, അവര് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നക്ഷത്രങ്ങൾ സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞ സുജൂദ് അതല്ല, മനുഷ്യരുടെ സുജൂദ് പോലെ. അതുകൊണ്ടാണ് കുട്ടിക്ക് കൗതുകമായത്. യൂസുഫ് എന്ന 7 വയസ്സുകാരൻ ഇതൊരു കൗതുകമാകാനുള്ള കാരണം, ഇത് മനുഷ്യരുടെ സുജൂദ് പോലെയുള്ള സുജൂദ്. ആ കാലഘട്ടത്തിൽ തഹിയ്യത്തിന്റെ സുജൂദുണ്ട്, ആ ശരീഅത്തിൽ അത് അനുവദിച്ചിട്ടുമുണ്ട്.
ആദരവിന്റെ ഭാഗമായി കൊണ്ട് മുതിർന്ന ആളുകളെ കണ്ടു കഴിഞ്ഞാൽ തലകുനിക്കുന്ന, സുജൂദ് ചെയ്യുന്ന അവസ്ഥകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ആദരവിന്റെ സുജൂദില്ല, ആദരവിന്റെ ഒരു തലകുനിക്കലില്ല. ആരുടെയെങ്കിലും കാൽ കീഴിൽ വിടാൻ പാടില്ല. അത് ഇബാദത്താണെങ്കിലും തഹിയ്യത്താണെങ്കിലും ഒരു രൂപത്തിലുള്ള കാര്യങ്ങളും പാടുള്ളതല്ല. അപ്പോൾ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഉപ്പയുടെ അരികിലേക്ക് വന്ന് ആ കുട്ടി കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഉപ്പയുടെ മുന്നിൽ അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്ക് ചരിത്രത്തിന്റെ ബാക്കി ഭാഗങ്ങൾ മനസ്സിലാക്കാം. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.